അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഖിബിലമാറ്റത്തെക്കുറിച്ചും അതുപോലെ നിങ്ങളൊരു വസത്തായ ഉമ്മത്താണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയണം. നിങ്ങളിലേക്ക് ഒരു റസൂലിനെ നിയോഗിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതൊക്കെ റസൂൽ നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ എന്നെ ഓർക്കണം, എനിക്ക് ശുക്ർ ചെയ്യണം. നിങ്ങൾ സ്വബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടുമൊക്കെ അള്ളാഹുവിനോട് സഹായം തേടണം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നായിരുന്നു അള്ളാഹ് പറഞ്ഞത്, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്തുൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് നിങ്ങൾ ഡെഡാണെന്ന് പറയരുത്. ബൽ അഹിയാ ഉൻ, പക്ഷെ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ലൈവാണ്. അവർ സമൂഹത്തിലും അവർ ലൈവാണ്. വലാക്കിൻ ലാ തശഊറുൻ, പക്ഷേ നിങ്ങൾക്ക് ഷുഊറില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കോൺഷ്യസ്നെസ് ഇല്ല, നിങ്ങൾ കോൺഷ്യസ് അല്ല. എന്നിട്ട് അള്ളാഹു നിങ്ങളെ പരിശോധിക്കും, പരീക്ഷിക്കും, എക്സാമിൻ ചെയ്യും. ഇബ്രാഹിം അലൈഹിസ്സലാമിനെയൊക്കെ പരീക്ഷിച്ച പോലെ അദ്ദേഹത്തെ ഒരുപാട് കൽപ്പനകൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു, എക്സാമിൻ ചെയ്തു. അതുപോലെ നിങ്ങളെയും ഉരച്ചു നോക്കും, നിങ്ങൾക്ക് ഭയം തരും. ഭയത്തിൽ നിന്ന് ഏത് വിധേനയും ബിഷൈഇൻ, എന്തുകൊണ്ടും മിനൽ ഖൗഫി, ഖൗഫിൽപ്പെട്ട ഭയത്തിൽപ്പെട്ട ഏത് വിധേനയും, വൽ ജൂഇ, അതുപോലെ പട്ടിണി കൊണ്ടും, വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി, ധനനഷ്ടവും ആൾനഷ്ടവും ഒക്കെ നിങ്ങൾക്കുണ്ടായി. അങ്ങനെ നിങ്ങൾ എക്സാമിൻ ചെയ്യും. ഇതിലേക്ക് ഇങ്ങനെ പറയാൻ കാരണം ഖിബിലയെക്കുറിച്ചും ഷഹാദത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷമാണിത് പറയുന്നത്. നിങ്ങളൊരു വസത്തായ ഉമ്മത്താക്കിയിരിക്കുന്നു. ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. പ്രവാചകനാണ് നിങ്ങൾക്ക് സാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു സൂചന, ദീനിൻ്റെ സാക്ഷ്യനിർവഹണത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ എതിർക്കപ്പെടും, ആക്രമിക്കപ്പെടും, യുദ്ധം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡിഫൻസിന് വേണ്ടിയിട്ട്, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നിങ്ങളും തിരിച്ച് യുദ്ധം ചെയ്യും. അങ്ങനെയുള്ള പേഴ്സിക്യൂഷൻ നടക്കുമ്പോൾ അതിൽ നിങ്ങൾ കൊല്ലപ്പെടും. അങ്ങനെ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന ഇവിടെയുണ്ട്. സ്വഹാബാക്കൾ അവരുടെ ധനവും അവരുടെ ശരീരവും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിറ്റവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അവസാന ഖുതുബയിൽ ജനങ്ങളെ മൊത്തം അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രഭാഷണത്തിൽ, പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും പവിത്രമാണെന്നാണ്. അവരവരുടെ ധനവും അവരുടെ രക്തവും എല്ലാം നൽകിയത് ഏറ്റവും ഉന്നതമായ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാമുൻ. സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും എല്ലാം പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഏതുപോലെ പവിത്രമാണ്? കഹുർമത്തി യൗമിക്കും ഹാദ, ഇന്നത്തെ ദിവസത്തിൻ്റെ പവിത്രത പോലെ അതുപോലെ പവിത്രമാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, അലാ ലിയുബല്ലിഗി ഷാഹിദു മിൻകും അൽ ഗായിബ്, നിങ്ങളിൽ സാക്ഷികളായവർ, ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു റാവി പറയുന്നു, ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഹദസന ഹമ്മാദ് അൻ അയ്യൂബ് അൻ മുഹമ്മദ് എന്ന സനദിലൂടെയാണ്. അതിൽ മുഹമ്മദ് എന്ന റാവി പറയുന്നു, വകാന മുഹമ്മദുൻ യഖൂലു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, സ്വതഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമായിട്ട് പുലർന്നു. സ്വഹാബാക്കൾ അവരുടെ സാക്ഷ്യം നിർവഹിച്ചു. അവരുടെ ധനം പവിത്രമാണ്, അവരുടെ രക്തം പവിത്രമാണ്, അഭിമാനം പവിത്രമാണ്. അതുകൊണ്ട് അത് അവർ ആർക്കും അടിയറവ് വെച്ചില്ല, അഭിമാനം അടിയറവ് വെച്ചില്ല. ധനം അവർ അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെ രക്തം, അവരുടെ നഫ്സിനെ തന്നെ അള്ളാഹുവിന് കൊടുത്തു. അവരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹു അഷ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹു വിലക്ക് വാങ്ങിയതാണ് അവരുടെ നഫ്സിനെ,
അവരുടെ അംവാലിനെ, അവരുടെ ധനത്തെ എന്തിനു പകരമായിട്ടാണ് തിരിച്ചവർക്കെന്താണ് കൊടുക്കുന്നത്? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് പകരം സ്വർഗമുണ്ട് എന്ന കരാറിൽ അവരോട് വിലക്ക് വാങ്ങിയതാണ് അള്ളാഹു. അതുകൊണ്ട് സ്വഹാബികൾ അത്തരത്തിലൊരു സാക്ഷ്യം നിർവഹിച്ചു. അവരൊരുപാട് പേഴ്സിക്യൂഷൻ അനുഭവിച്ചു, അവർ ക്ഷമിച്ചു നിന്നു. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞ ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിൻ്റെ സ്വലവാത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ സംരക്ഷണവും എല്ലാം ഉള്ളവർ അവരാണ്. വൗലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് ഇന്ന സ്വഫാ വൽ മർവത്ത മിൻ ഷആയിരില്ല, സ്വഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഷുഊർ, കോൺഷ്യസ്നെസ് നിങ്ങളിൽ ഉണ്ടാക്കും. അത് ഷആയിറാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കും അത് കാണുമ്പോൾ. അറബികളിലേക്ക് ഇബ്രാഹിമിനെ കണക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് കൂടെയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ, ഹാജറ ബീവിയെയും ഇസ്മായിലിനെയും മക്കയിൽ ഉപേക്ഷിച്ച് പോയപ്പോൾ വെള്ളമില്ലാതെ മകൻ കരഞ്ഞ സമയത്ത് ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കുന്നാണ്. അള്ളാഹു വെള്ളം നൽകി അവരെ അനുഗ്രഹിച്ചു. ഈ സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. ചെറിയ രീതിയിൽ ഇത് ബൈബിളിലും കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം. അവിടെ പറയുന്നത് അബ്രഹാമിനോട്, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയാണ് ദാസിയെ പുറത്താക്കാൻ വേണ്ടി പറയുന്നത്. പൈതൽ വളർന്നു, മുലകുടി മാറി. ഇസ്ഹാക്കിൻ്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് സാറ അബ്രഹാമിനോട് പറയുന്നതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ഈ ദാസിയെയും മകനെയും ഇവിടുന്ന് പുറത്താക്കി കളയാൻ വേണ്ടിയിട്ട് സാറ അബ്രഹാമിനോട് പറഞ്ഞു. അപ്പോൾ ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക എന്ന് പറഞ്ഞിട്ട് ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്കു കേൾക്ക. ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. നിന്റെ യഥാർത്ഥ സന്തതി ഇസ്ഹാക്കാണല്ലോ, പക്ഷേ ദാസിയിൽ നിന്നുള്ള നിനക്കുള്ള പുത്രനെയും നാം വലിയൊരു ജാതിയാക്കും. എന്നിട്ട് അബ്രഹാം ചെയ്തത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തിൽ പറയുന്നു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്തു ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടുപോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രയീം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. അവിടെ ഹാഗാറിന് അവിടെ വെള്ളം കാണിച്ചു കൊടുത്ത കാര്യവും പറയുന്നു. പിന്നീട് ബൈബിളിൽ എവിടെയും ഹാഗാറിനെക്കുറിച്ചോ മകനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഇതാണ് അവസാനമായിട്ട് പറയുന്നത്. അപ്പോൾ സൊഫയും മർവയും ഹാജറ ബീവി വെള്ളത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സ്ഥലങ്ങളാണ്. അള്ളാഹു വെള്ളം നൽകിയ, വലിയ നിഅമത്ത് നൽകിയ, അള്ളാഹു വലിയ ശുക്ർ, അള്ളാഹു ഷാക്കിറായ ഒരു മൊമെൻ്റാണ്, ഒരു സ്ഥലമാണത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഫമൻ ഹജ്ജൽ ബൈത്ത അവിഅത്തമറ. ഹജ്ജും ഉംറയൊക്കെ അവർക്ക് പരിചയമുള്ള സാങ്കേതിക പദങ്ങളാണ്. വർഷാവർഷം നിങ്ങൾ ചെയ്യുന്ന വലിയ പിൽഗ്രിമേജ് ആയാലും, ഇനി നിങ്ങൾ ഒക്കേഷണലി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ പിൽഗ്രിമേജ് ആയാലും, നിങ്ങൾ സന്ദർശിക്കാൻ വരുന്ന നിങ്ങളുടെ സന്ദർശനമായാലും, ആ സമയത്തൊന്നും ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ,
അത് രണ്ടിനെയും തവാഫ് ചെയ്യുക, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. തവാഫ് എന്ന് പറയുന്ന റൊട്ടേറ്ററി മോഷനാണ്, അത് സർക്കുലർ തന്നെ ആകണമെന്നില്ല. കാബയ്ക്ക് ചുറ്റും ചെയ്യുന്ന തവാഫ് പോലെ തന്നെ ആകണമെന്നില്ല. നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ തവാഫ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തവാഫ് അഥവാ സഈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അങ്ങനെ യാതൊരു കുഴപ്പവുമില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇബ്നു ജരീർ തൊബരി റഹ്മത്തുള്ളാഹി പറയുന്നത് ലിയന്ന തവാഫ ബിഹിമ ഫിൽ ജാഹിലിയത്തി ഇന്നമാ കാന ലിസ്വനമൈനി അല്ലദൈനി കാന അലൈഹിമ. ആ രണ്ട് കുന്നിൻ്റെ മേലും ഉണ്ടായിരുന്ന വിഗ്രഹത്തിന് വേണ്ടിയായിരുന്നു അറബികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നത്. അതുകൊണ്ട് അതിന് തഅലീം ചെയ്യാൻ, അതിനെ ബഹുമാനിക്കാൻ, അതിൻ്റെ മുമ്പിൽ കുമ്പിടാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ പോയത്. പക്ഷേ അള്ളാഹു പറയുന്നത്, മുസ്ലിങ്ങളോട് മുഅ്മിനുകളോട് പറയുന്നത് അതിനെ തവാഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. ആ വിഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിന് തഅലീം ചെയ്യുന്ന പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അറബികൾ ചെയ്യുന്ന അവരുടെ ജാഹിലിയ ആചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിറ്റിസിസം വരും. കാബയിലേക്ക് തിരിഞ്ഞു, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു, അവരുടെ ഖിബില മാറി. ഇപ്പോൾ ഇതാ ഹജ്ജും. ഈ ഹജ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഹിലിയ അറബികളുടെ ആചാരമല്ലേ, അല്ലെങ്കിൽ പാഗൻസിൻ്റെ ബഹുദൈവാരാധകരുടെ രീതിയല്ലേ എന്നൊക്കെയുള്ള ക്രിറ്റിസിസം വരും. അതിലെ ഓരോ പ്രാക്ടീസും അത് അവർ ചെയ്തതല്ലേ. അള്ളാഹു പറയുന്നു നിങ്ങൾക്കതിൻ്റെ ഇടയിൽ തവാഫ് ചെയ്യാം, അത് ഒരു കുഴപ്പവുമില്ല. വമൻ ത്വതവ്വഅ ഖൈറൻ, ആരെങ്കിലും ഖൈറിനെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഉദ്ദേശമായിട്ട് ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി പറയുന്നത് ഹജ്ജ് നിർബന്ധമായ ഹജ്ജിന് പുറമെ അഡീഷണലായിട്ട് ചെയ്യുന്നതോ ഉംറ ഇടയ്ക്കിടയ്ക്ക് നിർവഹിക്കുന്നതോ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഫൈനല്ലാഹ ഷാക്കിറുൻ അലീം, അള്ളാഹു ഷാക്കിറാണ്, വളരെ കൃതജ്ഞത ഉള്ള ആളാണ്, കൃതജ്ഞനാണ് അള്ളാഹു, അലീമാണ്, എല്ലാം അറിയുന്നവനുമാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ വലിയ ശുക്ർ നൽകപ്പെട്ട ഒരു സ്ഥലമാണ്, അള്ളാഹുവിൻ്റെ ഒരു ചിഹ്നമാണത്. അറബികളിലേക്ക് ഇബ്രാഹിമിനെ കണക്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് സഫ മർവ എന്ന് പറയുന്നത്. ഈ ഹജ്ജ് നേരത്തെ യഹൂദരും നിർവഹിച്ചിരുന്നു, യഹൂദർക്കും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. പിന്നീട് അറബികൾ അവിടെ വിഗ്രഹങ്ങൾ കൊണ്ടുവരികയും അതിനെ മലിനമാക്കുകയും അത് ബഹുദൈവാരാധനയുടെയൊക്കെ കേന്ദ്രമായി മാറിയതിനു ശേഷമാണ് യഹൂദർ അങ്ങോട്ടേക്ക് പോകാതിരുന്നത്. യഹൂദർക്ക് അറിയാമായിരുന്നു, ആ ഭവനത്തെക്കുറിച്ച് അറിയാമായിരുന്നു, ആ നാടിനെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നാം ഇറക്കിയതിനെ മറച്ചു വെക്കുന്നവർ, മിനൽ ബയ്യിനാതി വൽ ഹുദ, അള്ളാഹു തെളിവുകളും ഹുദ മാർഗദർശനവും ഒക്കെ വേദഗ്രന്ഥത്തിലൂടെ കിതാബിലൂടെ ജനങ്ങൾക്ക് വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചു വെക്കുന്നവർ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത് വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസ് ഫിൽ കിതാബ്, കിതാബിൽ അള്ളാഹു വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അതിനെയൊക്കെ മറച്ചു വെക്കുന്ന ആളുകൾ, അവർ മറച്ചു വെച്ചതാണ് എന്നൊരു സൂചന ഇതിലുണ്ട്. അവർക്കറിയാമായിരുന്നു, നേരത്തെ അറിയാമായിരുന്ന കാര്യത്തെ ഓറലി അവർ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഓറലി പിന്നെ ട്രാൻസ്മിറ്റ് ഇല്ലെങ്കിൽ കിതാബിലൊക്കെ അതിൻ്റെ പരാമർശം ഉണ്ടായിട്ട് കാര്യമില്ല. അതൊന്നും ആരും സ്മരിക്കില്ല, ആരും പഠിക്കില്ല. ഓറലി തന്നെ ഇത്തരം ട്രഡീഷൻസ് തലമുറ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു പറയുന്നു അങ്ങനെ മറച്ചു വെച്ചവരെ കുറിച്ച് ഉലായിക്ക, അവരാണ് യൽഅനുഹുമുല്ലാഹു, അള്ളാഹു ശപിച്ചവർ, വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരെല്ലാം ശപിച്ചവർ അവരാണ്. നമുക്ക് ഹജ്ജിനെക്കുറിച്ച് അല്ലെങ്കിൽ മക്കയെക്കുറിച്ചുള്ള പരാമർശം, ഇത്തരത്തിലുള്ള ഒരു പരാമർശം നമുക്ക് സാംസിൽ കാണാം, സങ്കീർത്തനത്തിൽ കാണാം. അതിൽ ഒരു സങ്കീർത്തന പുസ്തകത്തിലെ ഒരു സങ്കീർത്തനം ഇങ്ങനെയാണ്: നിന്നിൽ അഭയം പ്രാപിച്ചവൻ ഭാഗ്യവാൻ, ഹൃദയത്തിൽ തീർത്ഥാടന വഴികളുള്ള ബക്കാ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കുന്നു. അവിടെ ബക്കാ താഴ്വര എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അവർ ഏത് താഴ്വരയാണ് എന്ന് കൃത്യമായി അറിയില്ല എന്നൊക്കെയാണ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ബക്ക എന്ന് പറഞ്ഞത് ഏത് താഴ്വരയാണ് എന്നറിയില്ല. ചിലരൊക്കെ അത് വീപ്പിംഗ് എന്നുള്ള അർത്ഥത്തിൽ എടുത്തിരിക്കുന്നു. ഹീബ്രുവിൽ ബക്ക എന്നുള്ളത് കരയുക എന്നുള്ള അർത്ഥത്തിൽ, അങ്ങനെ കരയുന്ന, വാലി ഓഫ് വീപ്പിംഗ് എന്നുള്ള അർത്ഥത്തിലൊക്കെ ട്രാൻസ്ലേഷൻ കാണാൻ കഴിയും. മലയാളത്തിലാണെങ്കിൽ കണ്ണുനീർ താഴ്വര എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഒറിജിനലി ഉള്ളത് ബക്ക താഴ്വര എന്നാണ്. പല ട്രാൻസ്ലേഷനിലും ആസ് സച്ച് ബക്ക
താഴ്വര വാലി ഓഫ് ബക്ക എന്ന് തന്നെ കാണാൻ കഴിയും. ബക്ക താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹീതമായ പോലെ അവർ ശക്തിയിൽ നിന്നും ശക്തിയിലേക്ക് പോകുന്നു. കോട്ടത്തളത്തിൽ നിന്നും കോട്ടത്തളത്തിലേക്ക് എന്നും പറയാം. ഹായിൽ എന്ന ഒരു വാക്കാണ്. മേ ഹായിൽ ഏൽ ഹായിൽ, ഹായിലിൽ നിന്ന് ഹായിലിലേക്ക് പോകുന്നു. അവരൊരു തീർത്ഥാടനത്തിന് പോവുകയാണ്, സയോണിലേക്ക് പോവുകയാണ് തീർത്ഥാടനത്തിന്. അത് ഒരു ശക്തിയിൽ നിന്ന്, ഒരു ഹായിലിൽ നിന്ന്, മേ ഹായിൽ എൽ ഹായിൽ, ഹായിലിൽ നിന്ന് ഹായിലിലേക്കാണ് അവർ പോകുന്നത്. അതിലൊക്കെ ഒരു സൂചനയുണ്ട്. ബക്കാ താഴ്വരയിലൂടെ അവർ തീർത്ഥാടനത്തിന് പോകുന്നു, അവരൊരു ഹായിലിൽ നിന്ന് മറ്റൊരു ഹായിലിലേക്കാണ് പോകുന്നത് എന്നതിലൊക്കെ ഒരു സൂചനയുണ്ട്. അവർക്കറിയാം, അവർക്ക് ഇത്തരം ഒരു തീർത്ഥാടനമൊക്കെ അറിയാമെന്നുള്ള സംഗതി. അള്ളാഹു പറയുന്നു, അതിനെ മറച്ചു വെച്ചവർ, അവരെ യൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെ ശപിക്കുന്നത് അവരെയാണ്. എന്നാൽ ഇല്ലല്ലദീന താബു, മടങ്ങിയവരൊഴികെ, വാസ്ലഹു, എന്നിട്ട് നന്നാക്കിയവരൊഴികെ. അതായത് ഇത്തരത്തിലുള്ള കിതാബ് മറച്ചു വെക്കുന്ന പരിപാടികളും മറ്റെല്ലാ കുതന്ത്രങ്ങളും ഒക്കെ എല്ലാത്തിൽ നിന്നും റിട്ടേൺ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി നന്നായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. വ ബയ്യനു ഫൗലായിക്ക അത്തൂബു അലൈഹിം, എന്നിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ആളുകളുണ്ട്. മടങ്ങുകയും സ്വയം നന്നാവുകയും നന്നായി തീരുകയും എന്നിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്ന ആളുകൾ അതിൽ നിന്നൊഴിവാകുന്നു. ഇല്ലല്ലദീൻ, അവരൊഴികെ. ഫൗലായിക്ക, അവരിൽ അത്തൂബു അലൈഹിം, ഞാൻ അവരുടെ മടക്കം സ്വീകരിക്കും. ഞാൻ അവരിലേക്ക് മടങ്ങും, അഥവാ അവരുടെ മടക്കം ഞാൻ സ്വീകരിക്കും. കാരണം വാന തൊവ്വാബു റഹീം, ഞാൻ എപ്പോഴും മടക്കത്തെ സ്വീകരിക്കുന്നവനാണ്, റഹീമാണ്. ഇന്നല്ലദീന കഫറു, കുഫർ ചെയ്തവർ, വമാത്തു വഹും കുഫാറുൻ, കുഫാറുകളായിട്ട് തന്നെ മരിക്കുകയും ചെയ്തവർ, ഉലായിക്ക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായിക്ക, അവരുടെ മേലാണ് അള്ളാഹുവിൻ്റെ ലഅനത്ത്, മലക്കുകളുടെ ലഅനത്ത്, വന്നാസി അജ്മഈൻ, മൊത്തം ജനങ്ങളുടെ ലഅനത്ത്. കാരണം ഇവർ മറച്ചു വെക്കുകയും കുഫർ ചെയ്യുകയും ചെയ്യുക വഴി ഇവർ വലിയൊരു തലമുറയാണ് കേടുവരുത്തുന്നത്, സത്യത്തിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ട് ഇത് ചെയ്ത ആളുകൾക്ക് ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, മൊത്തം മനുഷ്യരുടെ ലഅനത്തുണ്ട്. ഖാലിദീന ഫീഹ, അവരാ ലഅനത്തിൽ തന്നെ, അതിൻ്റെ ശിക്ഷയിൽ തന്നെ അവർ ദീർഘവാസികളായിരിക്കും. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അദാബ് അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുകയില്ല. വലാഹും യുൻളറൂൻ, അവർ അവധി നൽകപ്പെടുകയുമില്ല. ഏതെങ്കിലും ഒരു അവധി വരെ മാത്രമല്ല അദാബ്, അവർക്കൊരവധിയൊന്നും പറഞ്ഞിട്ടില്ല. അവധി പറയാത്ത രീതിയിൽ അവർക്ക് അദാബുണ്ട്. വൈലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെയൊക്കെ ഇലാഹ് ഒറ്റ ഇലാഹാണ്. ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം, റഹ്മാനുർ റഹീമുമായ അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, നിങ്ങളുടെയൊക്കെ ഒരു ഇലാഹാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബത്തിൻ വതസ്രീഫി റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈന സമാഇ വൽ അർളി ലആയാത്തിൻ ലിഖൗമിൻ യഅഖിലൂൻ. വലിയ ഒരു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിലേക്ക് തിരിയുകയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക്, സൃഷ്ടാവ് എന്നുള്ള നിലക്ക് അവൻ്റെ വ്യത്യസ്തമായ പ്രവർത്തികളിലേക്ക്, അത് നമ്മളുമായിട്ട് എപ്രകാരമാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതിലേക്കൊക്കെ അള്ളാഹു തിരിയുകയാണ്. അള്ളാഹു പറയുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അവൻ ബദീഅ് എന്നുള്ള നിലക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. അതെല്ലാവർക്കും ഒരുപോലെ ആ സിഫത്ത്, അള്ളാഹുവിൻ്റെ ആ സിഫത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അള്ളാഹു ബദീഅ് എന്നുള്ള നിലക്ക് എല്ലാവരെയും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതാണ്. ബദീഅ് എന്നുള്ള സിഫത്ത് എല്ലാത്തിനെയും ചുഴ്ന്നു നിൽക്കുന്നുണ്ട്. ആകാശഭൂമികൾ അവൻ അങ്ങനെ സൃഷ്ടിച്ചു. എന്നിട്ട് പറയുന്നു, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നത് ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലാണ് അനുഭവപ്പെടുന്നത്. രാവ് അനുഭവപ്പെടുന്നവരും പകലനുഭവപ്പെടുന്നവരുമുണ്ട്. വൽഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി, ബഹറിലൂടെ പോകുന്ന കപ്പൽ, അതും ആളുകൾ പഠിക്കുന്ന, ആളുകൾ അതിനെ ഓടിക്കുന്ന, ആളുകളത് ഓട്ടാൻ പഠിക്കുന്ന അതിനനുസരിച്ചാണ്. അവിടെ ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് അതിലുണ്ട്. ബിമാ യൻഫഉൻ നാസ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ. കപ്പലിൻ്റെ വിഷയത്തിലാണെങ്കിൽ അവർ സഞ്ചരിക്കുന്ന കപ്പലുകൾ അവർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായിട്ട് സഞ്ചരിക്കുന്നത് അതിൻ്റെ ഖാലിഖ് അവനാണ്,
കാരണം മുദബ്ബിർ എന്നുള്ള അർത്ഥത്തിൽ, എല്ലാം സംരക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ അവൻ ഖാലിക്കാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവൻ ഖാലിക്കാണ്, അവൻ ബദിയാണ്, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവനാണ്. രാത്രിയും പകലും മാറ്റി മാറ്റി വരുന്നതിൽ, മാറി മാറി വരുന്നതിൽ അവൻ ഖാലിക്കാണ്. കാരണം അവൻ ഖാലിക്ക് എന്ന സിഫത്ത് തന്നെ അതാണ്, ഉള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യലാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്നതിനെ മാനേജ് ചെയ്യുന്നത് അവനാണ്, മുദബ്ബിറാണ്. മുദബ്ബിർ എന്നുള്ള അർത്ഥത്തിൽ അവൻ സൃഷ്ടാവാണ്. അതാണ് നിങ്ങൾ കപ്പലോടിക്കുന്നത്, അതൊക്കെയും അവൻ്റെ സൃഷ്ടാവ് എന്നുള്ള സിഫത്ത് തന്നെയാണ്. അതിനു പുറമെ വമാ അൻസലല്ലാഹു മിനസ്സമായി മിൻ മായിൻ, ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത്, ഫഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ, അത് നിർജീവാവസ്ഥയ്ക്ക് ശേഷം അത് മുഖേന ഭൂമിക്ക് ജീവൻ നൽകുകയും, അതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന് ഇഷ്ടമുള്ള നാട്ടിൽ മഴ വർഷിപ്പിക്കുന്നു, ഇഷ്ടമുള്ള സമയത്ത് മഴ വർഷിപ്പിക്കുന്നു. നമുക്കതിൽ യാതൊരു റോളുമില്ല. കപ്പലോടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടാൻ കഴിയും, അപ്പോഴും അള്ളാഹുവാണ് അത് ഓടിക്കുന്നത്. രാത്രിയും പകലും മാറി മാറി വരുന്നുണ്ട്, എല്ലാവർക്കും അത് അനുഭവിക്കുന്നുണ്ട്, വ്യത്യസ്ത രീതിയിലാണ് അനുഭവിക്കുന്നത്. ആകാശഭൂമികളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി എല്ലാവർക്കും ഒരുപോലെ അത് അനുഭവിക്കാം. എന്നാൽ മഴയെ വർഷിപ്പിക്കുന്നതോ അവൻ ഉദ്ദേശിക്കുന്ന നാട്ടിലാണ് വർഷിപ്പിക്കുക. അവൻ ഉദ്ദേശിക്കുന്ന ഭൂമിയാണ് നിർജീവമായതിൽ നിന്ന് അവൻ ജീവനുള്ളതാക്കുക. അതുപോലെ വബത്ത ഫിഹ മിൻകുല്ലി ദാബ്ബ, ഭൂമിയിൽ എല്ലാതരം ജീവികളെയും അവൻ വ്യാപിപ്പിച്ചു. അതും പല നാട്ടിലും പല തരത്തിലുള്ള ജീവികളെയാണ് അവൻ വ്യാപിപ്പിച്ചത്. അതിലും ആർക്കും ഒരു റോളില്ല. വത്തുസുരീഫി റിയാഹി വസ്സഹാബിൽ മുസഖരി ബൈന സമായി വല്ലാർള്, കാറ്റുകളുടെ തസുരീഫിൽ, അതിൻ്റെ ഗതിമാറ്റത്തിൽ, അതിൻ്റെ ഗതിക്രമത്തിൽ. അതുപോലെ വസ്സഹാബിൽ മുസഖരി ബൈന സമായി വല്ലാർള്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ കൺട്രോൾ ചെയ്യപ്പെട്ട മേഘത്തിൽ. ഇതിലൊന്നും ആർക്കും ഒരു റോളില്ല. അവൻ എന്നാൽ പല ഭാഗത്തേക്കും കാറ്റിനയക്കുന്നു, മേഘത്തെ അയക്കുന്നു, അവിടെ മഴയെ വർഷിപ്പിക്കുന്നു. ഇതൊക്കെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ സമയത്തും ചെയ്യുന്നു. മാത്രവുമല്ല, ഈ കാറ്റുകൊണ്ടും ഈ മേഘം കൊണ്ടും അവൻ ശിക്ഷിക്കുകയും ചെയ്യും, അവൻ അനുഗ്രഹിക്കുകയും ചെയ്യും. അതിനവനിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവൻ ഉദ്ദേശിക്കുന്ന നാട്ടിലേക്ക് അതിനവൻ അയക്കുകയും ചെയ്യും. ആകാശത്തു നിന്ന് മഴയെ വർഷിപ്പിക്കുന്നതും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന നാട്ടിൽ അവൻ വർഷിപ്പിക്കും. ആർക്കും ഒരു റോളുമില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നില്ല, അതിലൊക്കെ ആയത്തുണ്ട് ലി ഖൗമിൻ യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, അഖിലുപയോഗിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ആയത്തുണ്ട്. വ്യത്യസ്ത ആയത്തുകളാണ് ഇതിലൊക്കെ ഉള്ളത്. അവൻ ബദിയാണ് എന്നുള്ള, അവൻ ഖാലിക്കാണ് എന്നുള്ള നിലക്ക്, അവൻ മുദബ്ബിറാണ് എന്നുള്ള നിലക്കും, അതിനൊക്കെ പുറമെ എല്ലാം അവൻ്റെ കയ്യിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇതൊക്കെ ചെയ്യും. അവൻ അദാബ് ചിലപ്പോൾ തരും, മേഘങ്ങൾ കൊണ്ട്, ചിലപ്പോൾ കാറ്റുകൾ കൊണ്ട് അദാബ് നൽകും. അതൊക്കെ കൺട്രോൾ ചെയ്യപ്പെട്ടവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, അവൻ്റെ കൺട്രോളിലാണ്. അവൻ എങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാലും അത് അവൻ്റെ ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്, അവൻ്റെ ദലീലുകളാണ് ഇതൊക്കെയും. ഇതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, ജനങ്ങളിൽ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് ഇഷ്ടപ്പെടേണ്ടതുപോലെ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ വേറെ പലതിനെയും ഇഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് വരുന്ന ആയത്തുകൾ നമുക്ക് അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.